ഗുഡ് ഡേ ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് അല്ലെങ്കിൽ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അതായത് MLE എന്ന് പറഞ്ഞാൽ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ. ഓക്കെ, അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് എഫ് ഓഫ് എക്സ് കോമ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? PDF ആണ്. എഫ് ഓഫ് എക്സ് കോമ തീറ്റ ബി ദ PDF, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ. ഓക്കെ, x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് റാൻഡം സാമ്പിളാണ്. സൈസ് n, റാൻഡം സാമ്പിൾ ഓഫ് സൈസ് n ആണ്. നമ്മൾക്കറിയാം എൽ എന്ന് പറയുന്നത് എന്താണ്? ലൈക്ലിഹുഡ് ഫങ്ഷൻ. നമ്മൾ സഫിഷ്യൻസി പഠിച്ചപ്പം എന്താണ് ലൈക്ലിഹുഡ് ഫങ്ഷൻ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ജോയിൻ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷനെ പറഞ്ഞ പേരാണ് എന്ത്? ലൈക്ലിഹുഡ് ഫങ്ഷൻ. അതായത് എന്താണ്? എഫ് ഓഫ് x1 തീറ്റ ഇൻറ്റു എഫ് ഓഫ് x2 തീറ്റ എക്സെട്ര എഫ് ഓഫ് xn തീറ്റയെ പറഞ്ഞ പേരാണ് എന്ത്? ലൈക്ലിഹുഡ് ഫങ്ഷൻ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തീറ്റയുടെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് ആണ്. അപ്പം ഈ തീറ്റയ്ക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ ലൈക്ലിഹുഡ് ഫങ്ഷൻ മാക്സിമം ആവുന്നത്? ആ വാല്യൂവിനെ പറഞ്ഞ പേരാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് എന്ന് പറയും. MLE എന്ന് പറയും, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ്. അതായത് തീറ്റയ്ക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ ലൈക്ലിഹുഡ് ഫങ്ഷൻ മാക്സിമം ആവുന്നത്? ആ വാല്യൂവിന് പറഞ്ഞ പേരാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് ഓഫ് തീറ്റ എന്ന് പറയും. ഇനി നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റിനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു പാരാമീറ്ററിൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ, ഒരു പാരാമീറ്ററിൻ്റെ കേസാണ്. അതായത് DL/d തീറ്റ ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക. D² തീറ്റ സ്ക്വയർ ലെസ് ദാൻ 0 ആവണം. അങ്ങനെയാണ് നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് എടുക്കുക. അതായത് DL/d തീറ്റ ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക. D²L/d തീറ്റ സ്ക്വയർ എന്തായിരിക്കണം? ലെസ് ദാൻ 0 ആയിരിക്കണം. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഇതിലിട്ട് കൊടുക്കുമ്പോൾ ലെസ് ദാൻ 0 കിട്ടണം. അപ്പോൾ അതാണ് എന്ത്? മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ആ കിട്ടുന്ന വാല്യൂവിന്. അവിടെ നമ്മൾ ഒരു പാരാമീറ്ററിൻ്റെ കേസാണ് പറഞ്ഞത്. ഒന്നിൽ കൂടുതൽ, അതായത് ജനറലായിട്ട് പറഞ്ഞാൽ തീറ്റ1, തീറ്റ2 എക്സെട്ര തീറ്റ k എന്ന k പാരാമീറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ MLE കണ്ടുപിടിക്കുന്നത് വെച്ചാൽ എന്താണ്? DL/തീറ്റ1 ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക. അതുപോലെ തന്നെ DL/തീറ്റ2 ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക. എക്സെട്ര DL/തീറ്റ k ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? MLE കിട്ടും. പിന്നെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് MLE കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ലോഗിൽ എടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നമുക്ക് MLE ഈസി ആയിട്ട് കിട്ടുന്നത്. അതായത് log L/d തീറ്റ എന്ത് ചെയ്യുക? 0 ഇട്ട് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? MLE കിട്ടും. അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? MLE. കുറച്ചും കൂടി എളുപ്പം ഈ രീതിയിലാണ്. ഓക്കെ, log L/d തീറ്റ ഈസ് ഈക്വൽ ടു 0 ഇട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടും. അതിനെയാണ് എന്ത് പറയുന്നത്? MLE എന്ന്, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് എന്താണ് നമുക്ക് നോക്കാം. അതായത് ജനറൽ പറയുകയാണ് എഫ് ഓഫ് എക്സ് തീറ്റ1 തീറ്റ2 എക്സെട്ര തീറ്റ k എന്ന് പറയുന്നത് എന്താണ്? PDF ഓഫ് ദി പോപ്പുലേഷൻ ആണ്. ഓക്കെ, ഇവിടെ തീറ്റ1 തീറ്റ2 എക്സെട്ര തീറ്റ k എന്നെന്താണ്? പാരാമീറ്റേഴ്സ് ആണ്. x1 x2 എക്സെട്ര x എന്ന് റാൻഡം സാമ്പിളാണ്. ലൈക്ലിഹുഡ് ഫങ്ഷൻ ആണ് f(x1, തീറ്റ1 എക്സെട്ര തീറ്റ k ഇൻറ്റു f(x2, എക്സെട്ര f(xn, തീറ്റ1, തീറ്റ2 എക്സെട്ര തീറ്റ k). ഓക്കെ, അപ്പോൾ നോക്കിയാൽ അടുത്ത് നോക്കിയാൽ
അടുത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്? Those values of theta 1, theta 2, etc. theta k which maximize the likelihood function, അതിനെയാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ്സ് ഓഫ് തീറ്റ 1, തീറ്റ 2, എക്സെട്ര തീറ്റയ്ക്ക്. ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് തീറ്റയ്ക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് മാക്സിമം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ മാക്സിമം ആവുന്നത്, അതിനെ പറഞ്ഞ പേരാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് ഓഫ് തീറ്റ 1, തീറ്റ 2, എക്സെട്ര തീറ്റ കെ എന്ന് പറയുന്നത്. 1 പാരാമീറ്ററിൻ്റെ കേസിൽ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഈസിക്കൽ ടു 0 കൊടുക്കുക. d²/d(θ²) <0. അത് ആ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ML എസ്റ്റിമേറ്റ് ഓഫ് തീറ്റ ആയിരിക്കും. k >1 ആണെങ്കിൽ ഇത് ∂L/∂θ ഈസിക്കൽ ടു 0 കൊടുക്കുക. ∂L/∂θ ഈസിക്കൽ 0 എന്നിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഓരോത്തിൻ്റെ എസ്റ്റിമേറ്റ്സ് കിട്ടും. കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പം കഴിഞ്ഞാൽ log L/∂θ എന്താ ഈസിക്കൽ ടു 0 ഇട്ട് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ എളുപ്പത്തിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ log L/∂θ ഈസിക്കൽ ടു 0 ഇട്ട് കൊടുക്കുക. അപ്പം ഇതാണ് ML മാക്സിമം എന്താണ് ലൈക്ലിഹുഡ് ഫംഗ്ഷന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ തീറ്റയ്ക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണോ മാക്സിമം ആവുന്നത് ആ വാല്യൂവിനെ പറഞ്ഞ പേരാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ML എസ്റ്റിമേറ്റ് ഓഫ് lambda based on sample taken from the population. f of x is equal to lambda raised to x e raised to minus lambda by x factor. അതായത് ഇതിൻ്റെ എന്ത് ചെയ്യുക, ലാംഡയുടെ എന്ത് കണ്ടുപിടിക്കുക, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുക. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇവിടെ പാരാമീറ്റർ ലാംഡയുടെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ലാംഡ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലാംഡയുടെ എന്ത് കണ്ടുപിടിക്കണം? ML കണ്ടുപിടിക്കണം. അപ്പോൾ ML കണ്ടുപിടിക്കാൻ എന്ത് കണ്ടുപിടിക്കണം? L കണ്ടുപിടിക്കണം. L, x, ലാംഡ. അതുപോലെ എന്താണ് എഫ് ഓഫ് x1, ലാംഡ ഇൻറ്റു എഫ് ഓഫ് x2, ലാംഡ എക്സെട്ര എന്തെന്ന് വരും? എഫ് ഓഫ് xn, ലാംഡ ഇസിക്കൽ ടു എഫ് ഓഫ് x1, ലാംഡ ഞാൻ ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു x1 ഡിവൈഡ് ബൈ x1 ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ് ടു അടുത്ത എഫ് ഓഫ് x2, ലാംഡ ആകുമ്പം ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു x2 ബൈ x2 ഫാക്ടോറിയൽ എക്സെട്ര ഇത് വരും. ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു xn ബൈ xn ഫാക്ടോറിയൽ വരും. ഇസിക്കൽ ടു ഇവിടുത്തെ ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു എക്സെട്ര ഇ റേസ് ടു മൈനസ് ലാംഡ മൊത്തത്തിൽ ഇ റേസ് ടു മൈനസ് എം ലാംഡ ഉണ്ട്. അടുത്തെന്ത് വരും? അടുത്ത ഇത് ലാംഡ റേസ് ടു x1 ഇൻറ്റു ലാംഡ റേസ് ടു x2 ഇൻറ്റു എക്സെട്ര ലാംഡ റേസ് ടു xn, അതായത് ലാംഡ റേസ് ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn. നമുക്ക് സമ്മേഷൻ എക്സ് ആയി എന്ന് കൊടുക്കാം. സമ്മേഷൻ എക്സ് ആയി ഡൗട്ടില്ലല്ലോ. ലാംഡ റേസ് ടു x1 ഇൻറ്റു ലാംഡ റേസ് ടു x2 ഇൻറ്റു എക്സെട്ര ലാംഡ റേസ് ടു xn ലാംഡ റേസ് ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn, അതായത് ലാംഡ റേസ് ടു സമ്മേഷൻ എക്സ് ആയി. ഇത് എന്ത് എഴുതാം? x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര xn ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് എന്ത് x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ ഇൻറ്റു x3 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര xn ഫാക്ടോറിയൽ. നമുക്ക് പ്രോഡക്റ്റ് ഓഫ് എന്തെന്ന് എഴുതാം? xi ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇനി നമുക്ക് ML ആണ് കണ്ടുപിടിക്കേണ്ടത്. ആരുടെ? ലാംഡയുടെ ML. അപ്പോൾ നമുക്ക് എന്താണ്? L എടുക്കണം. ലോഗ് L എടുക്കണം. ലോഗ് L എടുക്കണം. ലോഗ് L എടുക്കുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു മൈനസ് എം ലാംഡ ഇൻറ്റു ലാംഡ സമ്മേഷൻ എക്സ് ആയി. ഓക്കെ, അപ്പം ഫസ്റ്റ് എടുക്കാം. ഇ റേസ് ടു മൈനസ് എം ലാംഡ. നമുക്കറിയാം എ റേസ് ടു ബി ലോഗ് എ റേസ് ടു ബി എന്താണ്? ബി ലോഗ് എ അല്ലേ? ബി ലോഗ് എ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇ റേസ് ടു മൈനസ് എൻ ലാംഡ ലോഗ്
എടുക്കുമ്പം ലോഗ് ഇ റേസ്റ്റ് മൈനസ് എൻ ലാംഡ എടുക്കുമ്പം എന്ത് വരും? ഇവിടെ ആകുമ്പോൾ എന്ത് വരുന്നത്? ബി ലോഗ് എ എന്നല്ലായിരുന്നു, ബി ലോഗ് എ. ഓക്കെ, ബി ലോഗ് എ, ലോഗ് എ റേസ്റ്റ് ബി നിന്ന് ബി ലോഗ് എ. അപ്പോൾ ഇവിടെ എന്ത് വരാം? ഇ റേസ്റ്റ് മൈനസ് എം ലാംഡയ്ക്ക് ലോഗ് എടുക്കുമ്പം മൈനസ് എം ലാംഡ ലോഗ് ഇ. ലോഗ് ഇ എന്ന് പറയുമ്പോൾ എന്താണ്? 1 ആണ്. ഓക്കെ, ലോഗ് ഇ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, പ്ലസ് അല്ലേ ലോഗ് എ ഇൻറ്റു ലോഗ് ബി എന്താണ്? ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ്, അപ്പോൾ ഇവിടെ ലോഗ് ഇ റേസ്റ്റ് മൈനസ് എം ലാംഡ ഇൻറ്റു ലോഗ് ലാംഡ സമ്മേഷൻ എക്സ് ഐ. അപ്പോൾ എന്താണ്? പ്ലസ് സമ്മേഷൻ ഇതേ രീതി തന്നെ എന്താണ്? എക്സ് ഐ ലോഗ് ലാംഡ ബൈ പ്രോഡക്റ്റ് എക്സ് ഐ ഫാക്ടോറിയലാണ്. നമുക്കറിയാം ലോഗ് എ ബൈ ബി എന്ന് പറയുന്നത് ലോഗ് എ മൈനസ് ലോഗ് ബി. അപ്പോൾ ഇവിടെ ഡിവൈഡാണ് വരുന്നത്. അപ്പോൾ എന്താ ചെയ്യുക? മൈനസ് ലോഗ് പ്രോഡക്റ്റ് ഓഫ് എക്സ് ഐ ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ, ഡൗട്ടില്ലല്ലോ? അത് ലോഗ് നമ്മളിവിടെ എന്ത് ചെയ്തു? ലോഗ് എടുത്തു. ലോഗ് എടുക്കുമ്പം അതായത് ലോഗ് ഇ റേസ്റ്റ് മൈനസ് എം ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഉപയോഗിച്ച് എന്താണ്? മൈനസ് എം ലാംഡ ലോഗ് ഇ. ഇവിടെ ഇൻറ്റു ആണ്. ഇൻറ്റു ആകുമ്പോൾ ലോഗ് എടുക്കുമ്പോൾ ഇവിടെ പ്ലസ് ആയിട്ട് മാറും. പ്ലസ് ലോഗ് ലാംഡ സമ്മേഷൻ എക്സ് ഐ. ഇത് വെച്ച് എന്ത് എഴുതാം? സമ്മേഷൻ എക്സ് ഐ ലോഗ് ലാംഡ. ഇത് ഇനി അടുത്ത പ്രോഡക്റ്റ് എക്സ് ഐ ഫാക്ടർ. ഇത് ഡിവൈഡാണ്. ഡിവൈഡ് ആകുമ്പോൾ ലോഗ് കൊടുക്കുമ്പോൾ എന്ത് വരും? -7 മൈനസ് ലോഗ് പ്രോഡക്റ്റ് എക്സ് ഐ ഫാക്ടർ. അതായത് ലോഗ് എ ബൈ ബി എന്നത് ലോഗ് എ മൈനസ് ലോഗ് ബി. അപ്പോൾ ഈ രീതി നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഇനി എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് എടുക്കണം. ഇനി നമുക്ക് ഡെറിവേറ്റീവ് എടുക്കണം. ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കാം? ഓക്കെ, ഡെറിവേറ്റീവ് എടുക്കുന്നത് ലോഗ് നമുക്ക് ലാംഡയുടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡോ ആണ് കുറച്ചും കൂടി നല്ലത്. ഡോഗ് ലോ എൽ ബൈ ഡോ ലാംഡ ഇങ്ങോട്ടേക്ക് 0 ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ എടുക്കുമ്പോൾ എന്ത് വരും? ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ലാംഡ. അപ്പോൾ മൈനസ് എം ലാംഡ എങ്ങനെ ഇടാം? മൈനസ് എൻ. ഡൗട്ടില്ലല്ലോ? മൈനസ് എൻ. അടുത്തെന്ത് വരും? അടുത്തത് പ്ലസ് സമ്മേഷൻ എക്സ് ഐ ലോഗ് ലാംഡ. ഇത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സമ്മേഷൻ എക്സ് ഐ ലോഗ് ലാംഡ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ബൈ ലാംഡ മൈനസ് ലോഗ് പ്രോഡക്റ്റ് ഓഫ് എക്സ് ഐ ഫാക്ടർ. ഇവിടെ ലാംഡയുടെ ടേം ഇല്ല. അപ്പോൾ എന്തെടുക്കുക? അത് 0 ആയിട്ട് മാറും. ബാക്കി എന്തൊരു? ഈസിക്കൽ ടു 0 കൊടുക്കുക. ഈസിക്കൽ ടു 0 കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക? ഓക്കെ, നമുക്ക് ലാംഡയുടെ ടേംസിലോട്ട് ആക്കാം. ലാംഡയുടെ ടേംസിലോട്ട് ആക്കുമ്പോൾ എന്ത് വരും? എന്നിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ സമ്മേഷൻ എന്ത് വരും? സമ്മേഷൻ എക്സ് ഐ ബൈ ലാംഡ ഈസിക്കൽ ടു n വരും. ബാക്കി ലാംഡ ഈസിക്കൽ ടു എന്തെന്ന് വരും? സമ്മേഷൻ അല്ലേ? ലാംഡ ഈസിക്കൽ ടു ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ സമ്മേഷൻ എക്സ് ഐ ബൈ n കിട്ടും. അതായത് എക്സ് ബാർ എന്ന് കിട്ടും. അതായത് ലാംഡയുടെ മാക്സിമം ലൈക്ലിഹുഡ് എക്സ്റ്റിമിറ്റി MLE എന്ന് പറയുന്നത് എന്ത് കിട്ടി? എക്സ് ബാർ എന്ന് കിട്ടി. അപ്പോൾ ഈ രീതിയിലാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഈ ഡോ ലോഗൽ ബൈ ഡോ തന്നിരിക്കുന്ന പാരാമീറ്റർ എടുത്തിട്ട് ഈസിക്കൽ ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? MLE കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം MLE ഓഫ് ലാംഡ എന്ന് കിട്ടി? എക്സ് ബാർ എന്ന് കിട്ടി.